അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാളുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമെന്താണ്? ഒരാളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം മഹാനായ പ്രമുഖ പണ്ഡിതനായ കർമ്മശാസ്ത്ര പണ്ഡിതനും അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രധാനിയുമായ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിൻ്റെ ശേഷമുള്ള ജീവിത രീതി, ആ ജീവിത രീതി ഹജ്ജിൻ്റെ മുമ്പുള്ള അവസ്ഥയേക്കാൾ ഉത്തമമാണെങ്കിൽ അതുതന്നെ അവൻ്റെ ഹജ്ജ് സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഒരാൾ ഹജ്ജ് ചെയ്തതിന് ശേഷം ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പത്തേക്കാൾ നല്ല രീതിയിലാണ് അദ്ദേഹം ജീവിക്കുന്നതെങ്കിൽ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിനുള്ള തെളിവ്. ഇത് മഹാനവറുകൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഹാജിയായി നാട്ടിൽ വന്നതിന് ശേഷം പഴയ ജീവിത രീതിയിൽ നിന്നും മാറ്റം വരാതെ തെറ്റുകൾ ചെയ്ത് ജീവിതം നയിക്കുന്നവനാണെങ്കിൽ അത് അവൻ്റെ ഹജ്ജ് സ്വീകാര്യമല്ല എന്നതിൻ്റെ ലക്ഷണമാണ്. പഴയതുപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ ഹജ്ജ് ചെയ്തതിന് ശേഷവും അദ്ദേഹം ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം ഹജ്ജ് ചെയ്തതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിനുള്ള ഒരു തെളിവാണ്. ചില ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കലോട് കൂടെ താൻ ഹാജിയാണ് എന്ന് ഒരു പേര് കിട്ടാൻ വേണ്ടി, ഒരു സ്ഥാനപ്പേര് കിട്ടുവാൻ വേണ്ടി ഹജ്ജ് ചെയ്യുന്നത് കാണാം. അങ്ങനെ പേരിനോടൊപ്പം ഹാജി എന്ന് കൂട്ടി വിളിക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിനോട് കൂടെ ഹാജി എന്ന് വിളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം കറുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഹജ്ജൊന്നും യഥാർത്ഥ ഹജ്ജല്ല. ഹജ്ജ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഹജ്ജ് കഴിഞ്ഞ് സ്വദേശത്തേക്ക് തൻ്റെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത വ്യക്തി ആദ്യം ചെയ്യേണ്ടത് പള്ളിയിൽ പ്രവേശിക്കണം. അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കണം. മടക്കയാത്രയുടെ നിസ്കാരം എന്ന നിയ്യത്ത് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയും വേണം. കാരണം ഹജ്ജ് കഴിഞ്ഞ് 40 ദിവസം, 100 ദിവസം അഭിപ്രായമുണ്ട്. ആ 40 ദിവസം ഹാജിയുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതാണ്. ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് 40 ദിവസം, ആ 40 ദിവസത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ 100 ദിവസം എന്നും അഭിപ്രായമുണ്ട്, അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. മാത്രമല്ല ഹജ്ജ് കഴിഞ്ഞ വ്യക്തി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലത് കാല് വെച്ചാണ് വീട്ടിലേക്ക് കയറേണ്ടത്. ഹജ്ജിന് പോകുമ്പോൾ, ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് മുന്തിച്ചാണ് ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് സുന്നത്ത്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വലത് കാല് വെച്ചാണ് കയറേണ്ടത്. വീട്ടുകാർക്ക് നല്ല സമ്മാനങ്ങളും കൊണ്ടുവരൽ ഹാജിക്ക് പ്രത്യേകം സുന്നത്തുണ്ട്. അസ്സലാമു അലൈക്കും.